ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. സിനിമാ സംഘടനകളുടെ കൂട്ടായ്മയിൽ ആന്തോളജി സിനിമകൾ വരുന്നു. 5 സംഘടനകൾ സഹകരിച്ച് സിനിമ നിർമ്മിക്കും. AMMA, ഫിഫ്ക, മാക്ട, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിലിം ചേംബർ എന്നിവ ചേർന്ന് ഫാമിലി സ്റ്റോറീസ് എന്ന ചിത്രമാകും ആദ്യം നിർമ്മിക്കുക. കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ചിത്രം നിർമ്മിക്കുമെന്ന് CEO രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് ശ്രീ മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ അമ്മയിൽ അവസരങ്ങൾ കുറഞ്ഞ ആൾക്കാരെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി. ഇതൊരു ഒരെണ്ണം മാത്രമല്ല, നമ്മളിപ്പോൾ കൊച്ചിക്ക് ബേസ് ചെയ്തിട്ട് അങ്ങനെ തിരുവനന്തപുരം ബേസ് ചെയ്ത് കോഴിക്കോട് ബേസ് ചെയ്ത് അങ്ങനെ ആദ്യ ഘട്ടത്തിൽ തന്നെ 3 സിനിമകളും തുടർച്ചയായി സിനിമകൾ എടുക്കാനുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. സിനിമയിലെ എല്ലാ സംഘടനകളും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ മെക്കാട്ടിൻ, പത്മകുമാർ, രമേഷ് പിഷാരടി, GS വിജയൻ, ജിബു ജേക്കബ്, ഈ 5 പേരാണ് ആദ്യത്തെ ആന്തോളജി സിനിമയുടെ ഡയറക്ടേഴ്സ്. അങ്ങനെ മാക്ട, ഫെഫ്ക, ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എല്ലാം സഹകരണത്തോടുകൂടി ചെയ്യുന്ന ഒരു സിനിമയാണിത്. അത് അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണത്. അപ്പോൾ താരങ്ങളല്ലാതെ ഇപ്പോൾ നമ്മൾ അധികം അവസരങ്ങളില്ലാതായി തീർന്നിരിക്കുന്നവരെ ആണ് ഉൾപ്പെടുത്തുന്നത്. മോഹൻലാലിൻ്റെ കീഴിലുള്ള കൊച്ചി മെട്രോ ഞങ്ങളുടേത് വന്നിട്ടില്ല. അതിൻ്റെ 10ാം ഇതിനോടനുബന്ധിച്ച് നമ്മൾ വന്ന് ഇത് ഒരു സിനിമയായിട്ട് തന്നെ, കാരണം ഞങ്ങൾ സിനിമാക്കാർക്ക് വേണ്ടിയിട്ട് സിനിമയായിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ആന്തോളജി സിനിമകൾ ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമ്മുടെ താല്പര്യം. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ആന്തോളജി സിനിമയാണ് വരുന്നത്. അതിൽ കൂടുതൽ താരങ്ങളെ പങ്കെടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ പല പടങ്ങളിലും കാസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരുപാട് താരങ്ങളുണ്ട്. അവർക്കെല്ലാം പ്രയോജനകരമായ ഒരു തീരുമാനമല്ലേ ഇത്? ഗുഡ് ഈവനിങ് സുജയ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ AMMA എന്ന സംഘടനയിൽ തന്നെ ഉൾപ്പെട്ട നിരവധി പ്രതിഭാധനരായ താരങ്ങളുണ്ട്, സിനിമാ നടന്മാരുണ്ട്, നടിമാരുണ്ട്. അവർക്കൊക്കെ തന്നെ പക്ഷേ വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല. അവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ അവർക്ക് കൂടി പറ്റുന്ന കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ സിനിമ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രവുമല്ല, സിനിമാ സംഘടനകൾക്കിടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ എല്ലാ സംഘടനകളും സഹകരിച്ചുകൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മയിൽ ഇത്തരത്തിൽ ആന്തോളജി സിനിമകൾ വരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ഇതിൽ 5 സംവിധായകർ ഇതിൽ സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. മെക്കാട്ടിൻ, M പത്മകുമാർ, GS വിജയൻ, രമേഷ് പിഷാരടി, ജിബു ജേക്കബ് എന്നിവരാണ് ആദ്യ സിനിമയുടെ സംവിധായകർ. എന്തായാലും അതിനുശേഷം ഈ ചിത്രം നിർമ്മിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കഥകൾ ചേർത്ത് ഇണക്കിക്കൊണ്ടാണ് ആദ്യ ചിത്രം ഇറക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സംവിധായകരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, വിവിധ നടന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് എന്ന് പറയുന്ന കൂട്ടായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും അതിന് എല്ലാ ആശംസകളും നമുക്ക് നേരാം അർജുൻ മട്ടന്നൂർ. ആന്തോളജി സിനിമകൾ വരുന്നു. AMMA എന്ന താരസംഘടനയിൽ അവസരങ്ങളില്ലാതായി നിൽക്കുന്ന താരങ്ങൾക്ക് ഒരു വരുമാന മാർഗം കൂടിയായി മാറുകയാണ്. ഇങ്ങനെ കൂടുതൽ ചിത്രങ്ങൾ വരട്ടെ. എല്ലാവർക്കും എല്ലാ തൊഴിൽ മേഖലയിലും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ.